പക്ഷെ മാറ്റർ പ്രപഞ്ചത്തിൽ എവിടെയുമില്ല. അതിനെ ജീവാത്മാവായി കണ്ട് എനർജിയെ പരമാത്മാവായി കണ്ട് ഐൻസ്റ്റീന് ബന്ധപ്പെടുത്താൻ നേരത്തെ കഴിഞ്ഞേക്കാം എന്നാണ് ഐൻസ്റ്റീൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതെവിടെ നിന്ന് ഐൻസ്റ്റീൻ ലഭിച്ചു? നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യാപഹ ന ശോഷയതി മാരുതഃ. ഈ ശ്ലോകം നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളതാണ്. ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗത്തിലെ ഒരു ശ്ലോകമാണ്. നൈനം ചിന്തന്തി ശസ്ത്രാണി, കത്രിക കൊണ്ട് എന്നെ മുറിച്ചു മാറ്റാൻ പറ്റുകയില്ല. നൈനം ദഹതി പാവകഃ, എന്നെ കത്തിച്ചു കളയാമെന്ന് ആരും വ്യാമോഹിക്കണ്ട. ന ചൈനം ക്ലേദയന്ത്യാപഹ, എന്നെ വെള്ളം ഒഴിച്ച് നനച്ച് ഇല്ലാതാക്കാവുന്ന ആരും വ്യാമോഹിക്കണ്ട. ന ശോഷയതി മാരുതഃ, കാറ്റടിപ്പിച്ച് പറത്തി കളയാവുന്ന നീ വിചാരിക്കണ്ട. ഇതെന്തിനെ പറ്റിയാണ് പറയുന്നത്? സാക്ഷാൽ ബ്രഹ്മം, ആ പരമാത്മാ ബ്രഹ്മം ജീവാത്മാവായി നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ ആ ജീവാത്മാവിനെ നമുക്ക് ഒരു രൂപത്തിൽ നശിപ്പിക്കാൻ പറ്റുകയില്ല എന്ന് വ്യക്തമായി ഉദാഹരണ സഹിതം ഭഗവാൻ അർജുനോട് പറയുന്ന ഭാഗമാണ് അതിനകത്ത്. അതിനോട് ചേർന്ന് വരുന്ന ഭാഗമൊക്കെയാണ് പറയുന്നത്. നീ മരിക്കുമ്പോൾ നിന്റെ ആത്മാവ് ജീർണ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം സ്വീകരിക്കുന്നത് പോലെ ഉള്ളൂ. മരിക്കുമ്പോൾ ആത്മാവ് വേർപെട്ട്, ആത്മാവിനെ നമുക്ക് നശിപ്പിക്കാനോ നിർമ്മിക്കാനോ സാധ്യമല്ല. ഈ ശ്ലോകം വായിച്ചിട്ടാകാം എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. 100 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യമാണ്. ഈ സാക്ഷാൽ ഐൻസ്റ്റീൻ തന്നെ ഊർജ സംരക്ഷണ നിയമം എഴുതുകയുണ്ടായി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല, ആത്മാവിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. പിന്നെ എന്താ പറ്റുന്നത്? ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോർഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാം. അതാ പറഞ്ഞത് നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞത്. ആത്മാവ് ഒരു ദേഹം വിട്ട് മറ്റൊരു ദേഹത്തിലേക്ക് പോകുന്നു, രൂപം മാറുന്നു, ആത്മാവ് മാറുന്നില്ല. അപ്പൊ ഇത്തരം അനേകം മഹത്തരമായ ഈ മന്ത്രങ്ങളുടെ ഒക്കെ, ഇത് മന്ത്രങ്ങൾ തന്നെയാണ്. ശ്ലോകങ്ങൾ നമ്മൾ പറഞ്ഞാൽ പോലും അത്രയ്ക്ക് ഈ മന്ത്രദ്രഷ്ടാക്കൾ നമുക്ക് തന്നിരിക്കുന്നതാണ്. അവരൊരു കാര്യം, മന്ത്രദ്രഷ്ടാവെന്ന് പറയുമ്പോൾ തന്നെ അവരിതിനെ അവരുടെ ചിന്തയിൽ കാണുകയാണ് ഈ മഹർഷിമാർ. അത്രയ്ക്ക് മാത്രമായ കാര്യങ്ങളാണ് ഈ ശ്ലോകങ്ങളെല്ലാം തന്നെ പറഞ്ഞത്. അപ്പൊ ഇത് ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് പഠിക്കുമ്പോൾ, ഈ പുട്ടിനിടയ്ക്ക് തേങ്ങ ഇടുന്ന പോലെങ്കിലും നമ്മൾ പഠിക്കണം, അല്ലെ? പുട്ടിനിടയ്ക്ക് എന്തിനാ തേങ്ങ ഇടുന്നത്? പുട്ടിന് ടേസ്റ്റ് കിട്ടാനാ. പക്ഷെ വേറൊരു സയൻസ് അതിനകത്തുണ്ട്. ഇത്രയും നീളത്തിൽ പുട്ടുകുറ്റിക്കകത്ത് അരിപ്പൊടി എല്ലാം കൂടെ കുത്തി നിറച്ചു വെച്ചാൽ രാവിലെ മുതൽ വൈകിട്ടിരുന്നാൽ വരെ മേളിൽ ആവി വരത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ആവിയോടെ വരണമെന്നുണ്ടെങ്കിൽ ഒരു 2-4 സെന്റിമീറ്റർ കഴിയുമ്പോൾ ഇച്ചിരി തേങ്ങാപ്പീരയൊക്കെ ഇടുക, പിന്നെയും ഇച്ചിരി അരിപ്പൊടി ഇടുക. അപ്പം സ്റ്റീം അവിടെ കൂടെ കയറി വന്നു. ആ തേങ്ങാപ്പീരയെ കണ്ടപ്പോൾ അവൻ ഹാപ്പിയായി, അതിനകത്തോട് ഈസി ആയിട്ട് കയറി. പിന്നെയും കഷ്ടപ്പെട്ട് മേളിൽ ചെന്നു, വീണ്ടും നല്ലൊരു തേങ്ങാപ്പീരയെ കണ്ട് ഈസി ആയിട്ട് പോകാൻ പറ്റി. അങ്ങനെ ഈ സ്റ്റീം മേളിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ, ഇത് ഈ മുമ്പേ പറഞ്ഞ സനാതനമായി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പുരാണങ്ങളിലും നമ്മുടെ ഇതിഹാസങ്ങളിലുമുള്ള കഥകളും കാര്യങ്ങളും മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ പുട്ടിന് തേങ്ങയിടുന്ന പോലെങ്കിലും നമ്മൾ നമ്മുടെ വേദമന്ത്രങ്ങളും ഈ ഉപനിഷത്തുകളിലെയും ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് തന്നെ ഒരു ഊർജം കൂടുകയാണ്. അതിൽ സംശയമില്ല. നമ്മളൊന്നും കടമെടുത്ത് പഠിക്കുകയല്ല, നമ്മൾ ആരോ എഴുതി വെച്ചിരിക്കുന്ന എടുത്ത് പഠിക്കുകയല്ല. നമ്മുടെ പൂർവികർ തന്നെ, വേറെ ആരുമല്ല, നമ്മുടെ പൂർവിസൂരികൾ തന്നെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്ത് അതിനെ ഒന്ന് തേച്ച് മിനുക്കി എടുത്ത് പഠിക്കുക എന്ന് പറയുമ്പോഴാണ് മുമ്പേ പറഞ്ഞ പോലെ സനാതനമായി തന്നെ നിൽക്കുകയുള്ളത്. നമുക്കറിയാം, മഹാമൃത്യുഞ്ജയ മന്ത്രത്തിന്റെ കാര്യം പറഞ്ഞു. അതോടൊപ്പം തന്നെ ശിവലിംഗത്തിന്റെ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. അതായത് ശിവലിംഗത്തെ പറ്റി പറയുമ്പോൾ അത് നമ്മുടെ ആൾക്കാർക്ക് തന്നെ ഒരു പക്ഷേ പറയാൻ അല്പം ലജ്ജയിലോടൊക്കെയാണ് അവർ പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞെന്നറിയാമോ? ശിവലിംഗ ഈസ് ദ ഫോം ഓഫ് ഫോംലെസ് ഗോഡ്. ഫോം ഓഫ് ഫോംലെസ് ഗോഡ്. അരൂപിയായ ഈശ്വരന്റെ രൂപമാണ് ശിവലിംഗം എന്ന് പറയുന്നത്. അപ്പൊ ശിവലിംഗത്തെ പറ്റി എവിടെയാണ് കൂടുതൽ പറയുന്നത്? ഈ മൃത്യുഞ്ജയ മന്ത്രമൊക്കെ ഋഗ്വേദത്തിൽ തന്നെ പറയുന്നുണ്ട്. ഋഗ്വേദത്തിനകത്ത് എനിക്ക് തോന്നുന്നു മറ്റ് ഈശ്വര സങ്കല്പത്തെ പറ്റി അധികം പറയുന്നതേ ഇല്ല.
സാക്ഷാൽ ശ്രീ പരമേശ്വരന്റെ ഊർജത്തെ പറ്റി തന്നെയാണ് കൂടുതൽ ഋഗ്വേദത്തിൽ പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ തുടർന്ന് വന്ന് ഈ പറയുന്ന 18 മഹാപുരാണങ്ങളുണ്ട്. അതിലെ 11ാമത്തെ മഹാപുരാണമായിട്ട് കണക്കാക്കപ്പെടുന്ന ലിംഗമഹാപുരാണം, അതിലെ 17ാം അധ്യായം ലിംഗോൽപത്തിയെ പറ്റി പറയുന്നുണ്ട്. ശിവലിംഗോൽപത്തിയെ പറ്റിയുള്ള ആ പുരാണം അതിൽ പറയുന്നത്, ഇപ്പൊ നമ്മള് കലിയുഗത്തിലാണ് കഴിയുന്നത്. അതിനും വ്യക്തമായ കണക്കുകളുണ്ട്. അല്ലാതെ നമ്മൾ വെറും കലികാലം എന്ന് പറഞ്ഞ് അതിനെ സബ്സ്റ്റാൻഡേർഡ് ചെയ്യരുത്. അത് കലിയുഗം തന്നെയാണ്. കലികാലം എന്ന് പറഞ്ഞ് നമ്മൾ പറയും ഇത് കഷ്ടകാലമാണെന്നുള്ള പറയും. ഇത് കലിയുഗമാണ്. അതായത് ചതുർയുഗങ്ങളുണ്ട്, 4 യുഗങ്ങളുണ്ട്. അതിലെ സത്യയുഗം അല്ലെങ്കിൽ ബ്രഹ്മയുഗം, അത് കഴിഞ്ഞ് ത്രേതായുഗം, അത് കഴിഞ്ഞ് ദ്വാപരയുഗം. ദ്വാപരയുഗത്തിന്റെ അവസാനമായപ്പോൾ ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണമായി. അതിനുശേഷം ഇപ്പോൾ കലിയുഗം. ഇത് 28ാം ചതുർയുഗമാണ്. 7ാം മന്വന്തരത്തിലെ 28ാം ചതുർയുഗമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ ശരിക്കും ഈ പറയുന്ന നമ്മുടെ പഞ്ചാംഗം ഒന്നും പഠിക്കണമെന്നില്ല. രാമായണത്തിൽ പറയുന്നുണ്ട്, ഹനുമാൻ സ്വാമി ലങ്കയിലേക്ക് കടന്നപ്പോൾ ലങ്കാലക്ഷ്മി തടഞ്ഞു നിർത്തി. അപ്പോൾ ഹനുമാൻ സ്വാമി ലങ്കാലക്ഷ്മിയുടെ ചെകിട്ടത്തൊരു അടി കൊടുത്തിട്ടാണ് ലങ്കയിലേക്ക് കടന്നത്. അപ്പോൾ ലങ്കാലക്ഷ്മിക്ക് ഓർമ്മ വന്നു, 28ാം ചതുർയുഗത്തിലെ ത്രേതായുഗത്തിൽ ഒരു വാനര ശ്രേഷ്ഠന്റെ പ്രഹരത്താൽ നിനക്ക് മോക്ഷം ലഭിക്കുക. ആ കഥയൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ